തിരുവനന്തപുരത്തിന്റെ വികസന ഭൂപടത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ടാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി തങ്ങളുടെ കന്നി ബജറ്റ് അവതരിപ്പിച്ചത്. കേവലം ഒരു വാർഷിക കണക്കെടുപ്പ് എന്നതിനപ്പുറം 2030ഓടെ തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമായും 2035ഓടെ ലോക നിലവാരമുള്ള നഗരസഭയായും മാറ്റിയെടുക്കാനുള്ള ഒരു ദീർഘകാല കാഴ്ചപ്പാടാണ് ഈ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS അവതരിപ്പിച്ച ഈ ബജറ്റ് നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ സാധാരണക്കാരന്റെ വിശപ്പടക്കുന്ന പദ്ധതികൾ വരെ ഉൾക്കൊള്ളുന്ന വിപുലമായ ഒരു കർമ്മരേഖയാണ്. മാറ്റം അനിവാര്യമാണെന്നും കാലഹരണപ്പെട്ട രീതികൾക്ക് പകരം സുസ്ഥിരവും ആധുനികവുമായ പരിഹാരങ്ങൾ നടപ്പിലാക്കുമെന്നുമുള്ള പ്രഖ്യാപനത്തോടെയാണ് ഭരണസമിതി വികസനത്തിന്റെ പുതിയ പാത തുറന്നിരിക്കുന്നത്. നഗരജീവിതത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായ പാർപ്പിടം, ഭക്ഷണം, ആരോഗ്യം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ബജറ്റിന്റെ തുടക്കം. വീടില്ലാത്തവർക്കായി നഗരസഭയുടെ സ്വന്തം നിലയിൽ ആവിഷ്കരിച്ച ഭവന പദ്ധതി സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകും. ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കാനുള്ള മുഴുവൻ തുകയും കോർപ്പറേഷൻ തന്നെ നൽകുന്നതിലൂടെ ഭവനരഹിതരില്ലാത്ത നഗരം എന്ന സ്വപ്നത്തിലേക്കാണ് തിരുവനന്തപുരം ചുവടുവയ്ക്കുന്നത്. ഇതിനു പുറമെ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഭവന യോജന പദ്ധതികൾക്കായി 20 കോടി രൂപ കൂടി നീക്കിവെച്ചതോടെ പാർപ്പിട മേഖലയിൽ വൻ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം. വിശപ്പില്ലാത്ത നഗരം എന്ന ലക്ഷ്യം മുൻനിർത്തി ആരംഭിക്കുന്ന അടൽ ക്യാൻറ്റീനുകൾ നഗരത്തിലെ തൊഴിലാളികൾക്കും ദരിദ്രർക്കും വലിയൊരു കൈത്താങ്ങായി മാറും. വെറും 20 രൂപയ്ക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിലൂടെ നഗരത്തിലെ ജീവിത ചെലവ് കുറയ്ക്കാനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകയാകാനും തിരുവനന്തപുരത്തിന് സാധിക്കും. ആരോഗ്യമേഖലയിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതാണ് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ. സാധാരണക്കാർക്ക് സ്വകാര്യ ലാബുകളെ ആശ്രയിക്കാതെ തന്നെ ആധുനിക പരിശോധനകൾ ലഭ്യമാക്കാൻ പ്രൈം ഹെൽത്ത് ലാബ് സൗകര്യങ്ങൾക്കായി 1.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡുമായി സഹകരിച്ച് CT സ്കാനിംഗ്, MRI, എക്സ്റേ സൗകര്യങ്ങൾ ഒരുക്കുന്ന കേന്ദ്രം ആരോഗ്യ പരിരക്ഷാ രംഗത്ത് നഗരസഭയുടെ ശക്തമായ ഇടപെടലായി മാറും. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 50 കളക്ഷൻ സെന്ററുകൾ തുടങ്ങുന്നതോടെ പരിശോധനാ ഫലങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ജനങ്ങളിലേക്ക് എത്തും. ഇത് പാവപ്പെട്ട രോഗികൾക്ക് വലിയ സാമ്പത്തിക ലാഭമുണ്ടാക്കുമെന്ന് മാത്രമല്ല, നഗരത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ആധുനികവൽക്കരിക്കുകയും ചെയ്യും. തിരുവനന്തപുരത്തെ ഒരു ആഗോള നഗരമായി മാറ്റിയെടുക്കാനുള്ള ഭരണസമിതിയുടെ ആഗ്രഹം അന്താരാഷ്ട്ര ഓഫീസിന്റെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തമാണ്. കോമൺവെൽത്ത് ഗെയിംസ് പോലെയുള്ള അന്താരാഷ്ട്ര കായിക മേളകൾക്ക് വേദിയാകാൻ നഗരത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുക. ലോകോത്തര നിലവാരത്തിലുള്ള കായിക സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിലൂടെ വിദേശ നിക്ഷേപവും വിനോദസഞ്ചാര സാധ്യതകളും വർദ്ധിപ്പിക്കാൻ സാധിക്കും. കൂടാതെ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്ന യുവാക്കൾക്കായി ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിൽ പരിശീലനം നൽകാൻ നോർക്കയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി അന്താരാഷ്ട്ര തൊഴിൽ വിപണിയിൽ തിരുവനന്തപുരത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കും. പ്രാദേശികമായ വികസനം മാത്രമല്ല, ആഗോളതലത്തിൽ നഗരത്തിന്റെ പേര് അടയാളപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. സാമൂഹിക ക്ഷേമത്തിന് ബജറ്റ് നൽകുന്ന പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ്. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ആവിഷ്കരിച്ച സൺറൈസ് പദ്ധതി തിരുവനന്തപുരത്തെ രാജ്യത്തെ ആദ്യ വയോജന സൗഹൃദ നഗരമാക്കാൻ ലക്ഷ്യമിടുന്നു. 5 കോടി രൂപ വകയിരുത്തിയ ഈ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് ആവശ്യമായ സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പാക്കും. സ്ത്രീ ശാക്തീകരണത്തിനായി തൊഴിൽ പരിശീലന പദ്ധതികളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി പ്രത്യേക ആനുകൂല്യങ്ങളും തൊഴിൽ പരിശീലനത്തിലുള്ള തുകയും നീക്കിവെച്ചത് ഉൾക്കൊള്ളുന്ന വികസനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും തൊഴിൽ ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന അനന്തപുരി തൊഴിൽ കേന്ദ്രം നഗരത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള വിപ്ലവകരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ശുചിത്വത്തിന്റെയും പരിസ്ഥിതിയുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഭരണസമിതി തയ്യാറല്ലെന്ന് ബജറ്റ് തെളിയിക്കുന്നു. സ്വച്ഛ് ഭാരത് മാതൃകയിൽ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ 200 അത്യാധുനിക ശുചിമുറികൾ സ്ഥാപിക്കാൻ 20 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് നഗരത്തിന്റെ ശുചിത്വ നിലവാരം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും. നഗരവാസികൾ നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമായ തെരുവുനായ ശല്യം പരിഹരിക്കാൻ ഷെൽട്ടറുകൾക്കും ABC സെന്ററുകൾക്കുമായി വൻ തുക നീക്കിവെച്ചത് ജനങ്ങളുടെ ആശങ്കകൾ ഭരണകൂടം ഗൗരവത്തോടെ കാണുന്നു എന്നതിന് തെളിവാണ്. ഒപ്പം പ്ലാസ്റ്റിക് മുക്ത നഗരം എന്ന ലക്ഷ്യത്തിലേക്കായി ഫ്ലെക്സ് പോസ്റ്റർ ഫ്രീ സോണുകൾ നടപ്പാക്കുന്നതും പരിസ്ഥിതി സൗഹൃദമായ സമീപനമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റോഡുകൾക്കും തോടുകൾക്കും സീവറേജ് സംവിധാനങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വിവിധ വാർഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് 10 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മാതൃകാ റോഡുകൾ നഗരത്തിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. സീവറേജ് ശൃംഖലയുടെ വിപുലീകരണം നഗരത്തിലെ മാലിന്യ സംസ്കരണത്തിൽ ശാശ്വത പരിഹാരമാകും. കൂടാതെ നേമത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് നഗരത്തിന്റെ തെക്കൻ മേഖലയുടെ വികസനത്തിന് വേഗം കൂട്ടും. പുത്തൻപാലം കേന്ദ്രീകരിച്ച് ഒരു പുതിയ ടൗൺഷിപ്പ് വികസനം വിഭാവനം ചെയ്തതിലൂടെ നഗരത്തിന്റെ വളർച്ചയെ വികേന്ദ്രീകരിക്കാനും തിരക്ക് കുറയ്ക്കാനും സാധിക്കും.
തിരുവനന്തപുരത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട് പദ്ധതിയും ബജറ്റിൽ ഇടം പിടിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, വെട്ടുകാട് പള്ളി, ഭീമാപ്പള്ളി എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ പദ്ധതി തീർത്ഥാടകർക്ക് വലിയ സൗകര്യമൊരുക്കുന്നതിനോടൊപ്പം തന്നെ ടൂറിസം മേഖലയിൽ വലിയ വരുമാനവും നൽകും. മാറാത്തത് മാറുമെന്ന പ്രഖ്യാപനത്തോടെ മുൻ ഭരണസമിതികളുടെ വീഴ്ചകളെ തിരുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ സഹായത്തോടെ ഒരു പുതിയ കേരള മോഡൽ വികസിപ്പിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. കൃത്യമായ ആസൂത്രണവും സുതാര്യമായ നടപ്പിലാക്കലും ഉണ്ടായാൽ 2035ഓടെ ലോക നിലവാരമുള്ള നഗരമായി മാറാൻ തിരുവനന്തപുരത്തിന് ഈ ബജറ്റ് കരുത്തുറ്റ അടിത്തറയാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.